വചനമൊഴി ഡിസംബർ 5. വചനഭാഗം യാക്കോബ് 1:22-27, മത്തായിയുടെ സുവിശേഷം 5:1-12. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ധ്യാനിക്കുന്നത് അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ചാണ്. സ്വർഗരാജ്യ പ്രവേശനത്തിന് സഹായിക്കുന്ന വ്യത്യസ്ത മാർഗങ്ങളാണ് അഷ്ടസൗഭാഗ്യങ്ങളായി നാം കാണുന്നത്. ഒന്നാമത്തെയും എട്ടാമത്തെയും മാർഗത്തിന് പ്രതിഫലമായി പറയുന്നത് സ്വർഗരാജ്യം അവരുടേതാണ് എന്ന്. മറ്റു മാർഗങ്ങൾക്ക് പ്രത്യുത്തരമായി പറയുന്നതും സ്വർഗരാജ്യത്തിലെ അവസ്ഥയാണ്. അഷ്ടസൗഭാഗ്യങ്ങളിൽ ഏതു മാർഗം പിന്തുടർന്നാലും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാം. നമ്മുടെ ജീവിതയാത്രയിൽ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി ആ മാർഗത്തിലൂടെ യാത്ര ചെയ്ത് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ നമ്മെ സഹായിക്കുന്ന വഴി കണ്ടെത്തുക എന്നതാണ് തിരുവചന ധ്യാനത്തിലൂടെ നാം നേടേണ്ടത്. നാം കണ്ടെത്തേണ്ട ആ വഴി ആത്മന ഉള്ള ദാരിദ്ര്യം പുൽകുന്നതായിരിക്കാം, കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്നതായിരിക്കാം, സഹനങ്ങളെ ക്രിസ്തീയ ചൈതന്യത്തിൽ സ്വീകരിക്കുന്നതാകാം, ശാന്തശീലരായി വർത്തിക്കുന്നതോ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോ ആകാം, കരുണയോടെ പെരുമാറുന്നതും ഹൃദയശുദ്ധിയുള്ളവരായി ജീവിക്കുന്നതുമാകാം, സമാധാനത്തിനു വേണ്ടി പരിശ്രമിക്കുന്നതാകാം, നീതിക്ക് വേണ്ടി വിശപ്പും ത്യാഗവും സഹിക്കുന്നതായിരിക്കാം. ഏതു മാർഗമായാലും ഈശോയുടെ മാർഗമാണ്. അത് പിൻചെല്ലുവാനാണ് സുവിശേഷം ആഹ്വാനം ചെയ്യുന്നത്. ഇന്ന് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്ന് ശ്രവിക്കുന്നത്, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മപഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമാകുക എന്നതാണ്. കേട്ടത് മറക്കുന്നവരാകാതെ അത് പ്രവർത്തിക്കുന്നവനാകുക. തൻ്റെ പ്രവൃത്തികളിലൂടെ അവൻ അനുഗ്രഹീതനാകും. മംഗളവാർത്താ കാലത്ത് ശ്രവിക്കുന്ന വചനങ്ങൾ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിക്കൊണ്ട് മംഗളകരമായ ജീവിതം നയിക്കുവാനും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മംഗളകരമായ സാന്നിധ്യമാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.